നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാഴ്സയെ തോൽപ്പിച്ചത് റഫറിയല്ലേ? ചോദ്യം അത്തരത്തിലാണ് പോയിരുന്നത്. വിവാദമായി മാറിയിട്ടുണ്ട് ഈ ഒഫീഷ്യേറ്റിംഗ്. റഫറിയുടെ കാര്യങ്ങൾ കണ്ടാൽ അത്തരത്തിൽ ഹൻസി ഫ്ലിക്കും അതുപോലെ ബാഴ്സയുടെ താരങ്ങളും ഒക്കെ ആക്ഷേപം ഉയർത്തുന്നതിൽ കാര്യമുണ്ട് എന്ന് തോന്നിപ്പോകും. അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തത്. പ്രത്യേകിച്ച് 2 ഘട്ടങ്ങൾ. കുബാഴ്സയുടെ റെഡ് കാർഡ്, അത് ലാസ്റ്റ് മാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന റെഡ് കാർഡാണ്. പക്ഷേ അവിടെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ ബോൾ ഫുള്ളി കൺട്രോളിലായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് താരത്തിൻ്റെ എന്ന തരത്തിലുള്ള ചോദ്യമുണ്ട്. ഇതൊക്കെ ഉയർത്തുന്നുണ്ട് വിദഗ്ധർ. അതായത് നമ്മുടെ തിയറി ഹെൻറിയെ പോലെയുള്ളവരൊക്കെ ഇതിൽ വലിയ രൂപത്തിൽ സംശയം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് മുസ്സോ ബോൾ റീസ്റ്റാർട്ട് ചെയ്ത് കൊടുത്തതാണ് ഡിഫൻഡർക്ക് പുബിലിന്. എന്നിട്ട് അയാളത് കൈകൊണ്ട് വീണ്ടും അവിടെ വെച്ചിട്ട് വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ അത് ഹാൻഡ് അല്ലേ? ഹാൻഡ് ബോളാണ് എന്ന് മാത്രമല്ല, പെനാൽറ്റിയാണ് എന്ന് മാത്രമല്ല, ഒരു യെല്ലോ കാർഡ് ഓൾറെഡി കിട്ടിയ ആൾക്ക് അത് റെഡ് കാർഡായി മാറില്ലേ? ചോദ്യം ഹൻസി ഫ്ലിക്കിൻ്റെതാണ്. കൃത്യമായ ചോദ്യമാണ്. എന്തുകൊണ്ട് അതിൽ വാർ ഇടപെട്ടില്ല എന്ന ചോദ്യമുണ്ട്. സോ ബാഴ്സയെ തോൽപ്പിച്ചത് റഫറിയാണ് എന്ന് വിധി എഴുതുന്നവർ അത് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയേണ്ടി വരും. കൃത്യമായിട്ട് ഹൻസി ഫ്ലിക്ക് പറയുന്നു, റഫറിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇറ്റ്സ് ബെറ്റർ ഐ ഡു നോട്ട് സ്പീക്ക് അബൌട്ട് ദി റഫറി. എനിക്കും നല്ലത് അതാണ്, അവർക്കും നല്ലത് അതാണ് എന്നാണ് അദ്ദേഹം കളിക്ക് ശേഷം പ്രതികരിച്ചത്. എന്നിട്ട് പിന്നീട് പക്ഷേ അദ്ദേഹം പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് ആ ബോൾ കൈകൊണ്ട് തൊട്ടത് റെഡ് കാർഡ് ആയില്ല, പെനാൽറ്റി ആയില്ല, പിന്നെ എന്തിനാണ് വാർ എന്ന് അദ്ദേഹം ചോദിച്ചു. അതോടൊപ്പം തന്നെ ഐ എം നോട്ട് ഈവൻ ഷുവർ ഇറ്റ് വാസ് എ റെഡ് കാർഡ് ഫോർ കുബാസി കൊടുത്ത റെഡ് കാർഡിൽ എനിക്ക് ഉറപ്പില്ല, അത് റെഡ് കാർഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെ കോച്ച് എടുത്തു പറയുന്നുണ്ട്. ഇനി നോക്കുക, തിയറി ഹെൻറി ഈ ഒരു വിഷയം വിശദീകരിച്ചു പറയുന്നത് ബാഴ്സലോണയുടെ ഭാഗത്തു നിന്ന് ആ ഒരു പാവ് കുബാർസിക്ക് റെഡ് കാർഡ് കിട്ടിയ സന്ദർഭത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നു. നോ ഫോർ മീ അത് റെഡ് കാർഡല്ല, ഐ ആം സോറി. എനിക്ക് വളരെ കൃത്യമായിട്ട് നിയമങ്ങൾ അറിയാം. ലാസ്റ്റ് മാൻ ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി തടയുന്നു എന്നൊക്കെയാണല്ലോ. പക്ഷേ നിങ്ങൾ ആ സിറ്റുവേഷൻ കൃത്യമായിട്ട് നോക്കണം. ബോൾ ഫുള്ളി അണ്ടർ കൺട്രോളിലല്ല, അത്ലറ്റിക്കോ താരത്തിൻ്റെ കൺട്രോളിലല്ല, അതുപോലെ ആംഗിൾ പെർഫെക്റ്റുമല്ല. സ്റ്റിൽ ഗോളിലേക്ക് ഇനിയും ഡിസ്റ്റൻസുമുണ്ട്. അപ്പോൾ അയാൾ ഗോൾ അടിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞാൻ എന്തായാലും കൺവിൻസ്ഡ് അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു യെല്ലോ കാർഡാണ്, റെഡ് കാർഡല്ല. കാരണം നിങ്ങൾ ഒരാളെ സെൻഡ് ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹോൾ ഗെയിമാണ് മാറ്റിമറിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള തെളിവുണ്ടാവണം. ഇത് ചാമ്പ്യൻസ് ലീഗ് മത്സരമാണ്. 100% ഷുവർ ആണെങ്കിൽ മാത്രമേ റെഡ് കാർഡ് എടുക്കാൻ പാടുള്ളൂ. ഐ തിങ്ക് റഫറി വാസ് ടു കിക്ക് ദയർ എന്നാണ് ഇപ്പോൾ തിയറി ഹെൻറിയുടെ വിശകലനം. ഇനി ജെറാർഡ് മാർട്ടിന് ആ ഒരു രംഗവുമായി ബന്ധപ്പെട്ട്, അതായത് മുസ്സോ ബോൾ കൊടുത്തത് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഡിഫൻഡർ തൊടുന്നതിനെക്കുറിച്ച് ജെറാർഡ് മാർട്ടിൻ പറയുന്നു, ഗോൾ കീപ്പർ ബോൾ റീസ്റ്റാർട്ട് ചെയ്തതാണ്, പുട്ട് ദി ബോൾ ഇൻ ടു പ്ലേ. എന്നിട്ട് പ്ലെയർ അത് വിത്ത് ഹിസ് ഹാൻഡ് അത് സ്റ്റോപ്പ് ചെയ്യുന്നു. സോ റഫറി അത് കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ വെക്കാം, ലൈവല്ലേ. പക്ഷേ അതൊരു വൈൽഡ് ആക്ഷനാണ്. വാർ എന്തുകൊണ്ട് അതിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് ചോദ്യം എന്ന് ജെറാർഡ് മാർട്ടിൻ ചോദിക്കുന്നു. ഏതായാലും ഒരുപാട് സംശയങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു ഒഫീഷ്യേറ്റിംഗ് ആണ് നടന്നത് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.